ദ വൈറ്റ് പേപ്പറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് സൗണ്ട് ലെൻഡിങ് ആണ്. അപ്പം എന്തൊക്കെയാണ് ഇതിൽ വരുന്ന കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം. പ്രിൻസിപ്പിൾസ് ഓഫ് സൗണ്ട് ലെൻഡിങ്ങിൽ 5 കാര്യങ്ങളാണ് മെയിനായിട്ടുള്ളത്. ലിക്വിഡിറ്റി, പ്രൊഫിറ്റബിലിറ്റി, സെക്യൂരിറ്റി ഓർ സേഫ്റ്റി, അവൈലബിലിറ്റി, ഇലാസ്റ്റിസിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി. അപ്പം നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് സൗണ്ട് ലെൻഡിങ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ആദ്യം അറിയണ്ടേ. ദ ബാങ്ക് ഷുഡ് ഹാവ് ദ ഒബ്ലിഗേഷൻ ടു റീപേ ദ പ്രിൻസിപ്പൽ ആൻഡ് ഇൻട്രസ്റ്റ് എമൗണ്ട് ടു ദ ഡെപ്പോസിറ്റേഴ്സ്. ഫോർ ദാറ്റ് ദേ ഹാവ് ടു മെയിൻറ്റെയിൻ ദ ട്രഡീഷണൽ പ്രിൻസിപ്പിൾസ് ടു ബാങ്ക് ലെൻഡിങ് ആർ ഫോളോഡ് വിത്ത് സം മോഡിഫിക്കേഷൻസ്. എന്താ പറയുന്നത്, നമ്മൾ ഇപ്പം ബാങ്ക് എന്ത് ചെയ്തു, ഡെപ്പോസിറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിച്ചല്ലേ. അപ്പം നമ്മളത് എന്ത് ചെയ്യണം, അവരെപ്പോഴാണോ ഡിമാൻഡ് ചെയ്യുന്നത് അപ്പം നമ്മളത് റീപേ ചെയ്ത് കൊടുക്കേണ്ട കടമ നമുക്കുണ്ട്. അപ്പം എന്ത് ചെയ്യണം, നമ്മൾ പ്രിൻസിപ്പൾ നമ്മൾ വാങ്ങിയ എമൗണ്ട് മാത്രം കൊടുത്താൽ മതിയോ? പോരാ, ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് മാത്രം കൊടുത്താൽ പോരാ അല്ലേ. പകരം അതിന് കൂടെ എന്ത് കൊടുക്കണം, ഇൻട്രസ്റ്റും കൂടെ കൊടുക്കണം. അപ്പം പ്രിൻസിപ്പളും ഇൻട്രസ്റ്റും ചേർത്ത് വേണം റീപേ ചെയ്ത് കൊടുക്കാൻ ഡെപ്പോസിറ്റേഴ്സിന്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ട്രഡീഷണൽ പ്രിൻസിപ്പിൾസ് ബാങ്ക് ഫോളോ ചെയ്യുന്നുണ്ട്. അതിൽ കുറച്ച് മോഡിഫിക്കേഷനൊക്കെ വരുത്തിയിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ലിക്വിഡിറ്റി. ലിക്വിഡിറ്റി മീൻസ് ദ കപ്പാസിറ്റി ഓഫ് ദ ബാങ്ക് ടു ഗീവ് ക്യാഷ് വെൻ ദ കസ്റ്റമർ വാണ്ട്സ് മണി. എന്താ പറയുന്നത്, എപ്പോഴാണോ കസ്റ്റമർ ഡെപ്പോസിറ്റ് തിരിച്ചു ചോദിക്കുന്നത് അല്ലേ, എപ്പോഴാണോ അവർക്ക് ക്യാഷ് വേണ്ടത് ആ ടൈമിൽ ക്യാഷായിട്ട് കസ്റ്റമറിന് കൊടുക്കാൻ പറ്റണം. ആ ഒരു കപ്പാസിറ്റീനെയാണ് ലിക്വിഡിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Banks are mainly intermediaries of short-term funds. Hence, they provide funds for short-term and mainly for working capital needs. ബാങ്ക്സ് എന്താണ്, ഷോർട്ട് ടൈം ഫണ്ടിൻ്റെ ഇൻ്റർമീഡിയറീസ് ആയിട്ടാണല്ലോ അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ്, അവർ ഷോർട്ട് ടൈം ഫണ്ട് പ്രൊവൈഡ് ചെയ്യുകയും അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ നീഡ്സിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് അവർ ഫണ്ട് പ്രൊവൈഡ് ചെയ്യാറെന്നാണ് പറയുന്നത്. Therefore, ലോൺ ഷുഡ് ബി ഡിസ്ബേഴ്സ്ഡ് ഓൺ ഡിമാൻഡ്. എപ്പോഴാണോ കസ്റ്റമർ ആവശ്യപ്പെടുന്നത് അവർ ഡിമാൻഡ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മൾ ലോൺ കൊടുക്കേണ്ടത് അല്ലേ. ദ ബാങ്കർ മസ്റ്റ് എൻഷുർ ദാറ്റ് ദ ബോറോവർ ക്യാൻ റീപേ ദ ലോൺ ഓൺ ഡിമാൻഡ് ഓർ വിത്തിൻ എ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ബാങ്കർ ഇപ്പം ബോറോവർക്ക് പൈസ കൊടുക്കുകയാണ്, അപ്പോൾ ആ ലോണ് തിരിച്ചടയ്ക്കും എന്നുള്ള ഒരു ഇത് എൻഷുർ ചെയ്യേണ്ട കടമ ആർക്കുണ്ട്, ബാങ്കർക്കുണ്ട് അല്ലേ. It depends on the nature of asset owned by the borrower and pledged to the banker. അപ്പം നമ്മൾ ലോൺ എടുക്കുമ്പോൾ എന്ത് കൊടുക്കണം, സെക്യൂരിറ്റി വെച്ചിട്ടാണ് ലോൺ എടുക്കുക. അപ്പോൾ ആ സെക്യൂരിറ്റീൻ്റെ നേച്ചർ എങ്ങനെയുള്ളതാണ്, അതുപോലെ തന്നെ അത് പ്ലെഡ്ജ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ ബോറോവർ തിരിച്ചടയ്ക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ. അപ്പം എന്താ, ensure that the borrower can repay the loan on demand or within short period of time. അപ്പോൾ ആ ഒരു ലോണ് ടൈമിന് അടയ്ക്കുമെന്ന് ഉറപ്പാക്കുക. അപ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്താണോ അവർ പ്ലെഡ്ജ് ചെയ്ത് വെച്ചിരിക്കുന്ന അസറ്റ് അതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇരിക്കുക. ഓക്കെ. For example, goods and merchandise are easily marketable, while fixed assets such as land and building and certain type of plant and equipments can be liquidated after a period of time. എന്താ പറയുന്നത്, പെട്ടെന്ന് ഗുഡ്സും സാധനങ്ങളൊക്കെ എന്താവും, നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും അല്ലേ. പക്ഷേ ഫിക്സഡ് അസറ്റ് അങ്ങനെ പറ്റുമോ, ലാൻഡും ബിൽഡിങ്ങൊക്കെ എന്ത് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റില്ല, ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു ടൈമിന് ശേഷം മാത്രമേ, ലിക്വിഡേറ്റഡ് ആഫ്റ്റർ എ പീരിയഡ് ഓഫ് ടൈമിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫിക്സഡ് അസറ്റൊക്കെ നമുക്ക് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ദസ് ദ ബാങ്കർ കൺസിഡർ ലിക്വിഡിറ്റി ആസ് ഇമ്പോർട്ടൻ്റ് ആസ് ക്യാഷ് സെക്യൂരിറ്റി ആൻഡ് ഗ്രാൻഡ് ലോൺസ് ഓൺ ദ സെക്യൂരിറ്റി ഓഫ് ഈസിലി മാർക്കറ്റബിൾ അസറ്റ്സ് വിത്തൗട്ട് ഇൻകറിങ് ഹ്യൂജ് ലോസസ്. അപ്പോൾ ബാങ്കർ എന്താ ചെയ്യുക, ലിക്വിഡിറ്റി ഇമ്പോർട്ടൻ്റ് ആക്കി കണ്ടുകൊണ്ട് ക്യാഷിനെ സെക്യൂരിറ്റി ആക്കി വെച്ചുകൊണ്ട് ലോൺ ഗ്രാൻറ്റ് ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം വലിയ ലോസ് വരാത്ത രീതിയിൽ ലോൺ കൊടുക്കാറുണ്ട്
ബാങ്കർ എന്നാണ് പറയുന്നത്. ടു മെയിൻറ്റെയിൻ ലിക്വിഡിറ്റി കൊമേഴ്ഷ്യൽ ബാങ്ക്സ് കീപ്പ് ഓഫ് SLR ആൻഡ് CRR ഇൻ ഫോം ഓഫ് ക്യാഷ് ആൻഡ് അതർ. അപ്പോൾ എന്ത് ചെയ്യണം? ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കൊമേഴ്ഷ്യൽ ബാങ്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്? SLRും CRRും മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് പറയുന്നത്. SLR എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. അതുപോലെ CRR എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാഷ് റിസർവ് റേഷ്യോ അല്ലേ? അപ്പോൾ ഇത് രണ്ടും മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് പറയുന്നത്. ലിക്വിഡ് അസറ്റ്സ് ലൈക്ക് ക്യാഷ്, ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എക്സെട്ര. അപ്പോൾ ലിക്വിഡ് അസറ്റ് ആയിട്ടുള്ളത് എന്തൊക്കെയാണ്? ക്യാഷ്, ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അങ്ങനെ എക്സെട്രയാണ്. ഇനി CRR 4.5% ആണ് സെക്ഷൻ RBI ആക്ട് പ്രകാരം മെയിൻറ്റെയിൻഡ് ആസ് പെർ RBI ആക്ട് പ്രകാരം മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. CRR 4.5, SLR 18%. ഇതിൽ ചേഞ്ച് ഉണ്ടാവാം കേട്ടോ. 18%. BR ആക്ട് പ്രകാരമാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുക, SLR. അതുപോലെ തന്നെ റിസർവ് ഫണ്ടും BR ആക്ട് പ്രകാരമാണ് മെയിൻറ്റെയിൻ ചെയ്യുക, 20% കേട്ടോ റിസർവ് ഫണ്ട്. അപ്പോൾ CRR 4.5, SLR 18%, റിസർവ് ഫണ്ട് 20%. ഇനി അടുത്തത് പ്രൊഫിറ്റബിലിറ്റി ആണ്. നമ്മളിപ്പോൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പ്രിൻസിപ്പിൾസ് ഓഫ് സൗണ്ട് ലെൻഡിങ് ആണല്ലേ. അപ്പം ലെൻഡ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഒന്ന്, ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കണമെന്ന് പഠിച്ചു. അടുത്തത് പ്രൊഫിറ്റബിലിറ്റി ആണ്. പ്രൊഫിറ്റബിലിറ്റി. ബോത്ത് കൊമേഴ്ഷ്യൽ ബാങ്ക് ആൻഡ് നാഷണലൈസ്ഡ് ബാങ്ക്സ് ആർ പ്രോഫിറ്റ് മേക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എന്താ പറയുന്നത്? കൊമേഴ്ഷ്യൽ ബാങ്കുകളും നാഷണലൈസ്ഡ് ബാങ്കുകളൊക്കെ എന്താണ് മെയിനായിട്ട് എയിം ചെയ്യുന്നത്? പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അല്ലേ. ദേ മസ്റ്റ് യൂസ് ദെയർ ഫണ്ട്സ് പ്രോഫിറ്റബിളി ടു ഏൺ ഇനഫ് ഇൻകം ടു പേ ഇൻട്രസ്റ്റ് ടു ഇൻവെസ്റ്റേഴ്സ്, പേ സാലറീസ് ടു എംപ്ലോയീസ്, meet various other organizational expenses and distribute dividends to shareholders, government in the case of nationalized banks. അപ്പം എന്താ പറയുന്നത്? ഈ പ്രോഫിറ്റ് കിട്ടിയെന്നുണ്ട്. ഈ പ്രോഫിറ്റ് അവരെന്താ ചെയ്യുന്നതെന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഇൻവെസ്റ്റേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുക്കാൻ, അതുപോലെ തന്നെ എംപ്ലോയീസിന് സാലറി കൊടുക്കാൻ, അതുപോലെ ഓർഗനൈസേഷണൽ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, ഡിസ്ട്രിബ്യൂട്ട് ഡിവിഡൻഡ് ടു ഷെയർഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ പ്രോഫിറ്റ് യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ. ദ ബാങ്ക് ഷുഡ് ഡു ബിസിനസ് ടു ഏൺ സഫിഷ്യൻറ്റ് പ്രോഫിറ്റ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻട്രസ്റ്റ് കളക്റ്റഡ് ഓൺ ലോൺസ് ആൻഡ് ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ ഡെപ്പോസിറ്റ് ഈസ് കോൾഡ് മാർജിൻ. എന്താണ് മാർജിൻ? മാർജിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇപ്പം നമ്മൾ ലോൺ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും അല്ലേ. ആ ഒരു ഇൻട്രസ്റ്റും അതുപോലെ തന്നെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? കസ്റ്റമേഴ്സിന് ഇൻട്രസ്റ്റ് പേ ചെയ്ത് കൊടുക്കണം. ഈ രണ്ടും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? മാർജിൻ എന്ന് പറയാം. ഓക്കെ. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻട്രസ്റ്റ് കളക്റ്റഡ് ഓൺ ലോൺസ് ആൻഡ് ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ ഡെപ്പോസിറ്റ് ഈസ് കോൾഡ് മാർജിൻ. From the amount of margin, the bank deduct all their revenue expenditure to arrive profit. പ്രോഫിറ്റിലേക്ക് എത്താൻ വേണ്ടി ഈ മാർജിനിൽ നിന്ന് എന്ത് ചെയ്യണം? റവന്യൂ എക്സ്പെൻഡിച്ചർ കുറയ്ക്കണം എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് പ്രോഫിറ്റ് കിട്ടും എന്ന് പറയുന്നു. ബാങ്ക് ഷുഡ് ഓൾവേസ് റീകൺസിഡർ ദ ലിക്വിഡിറ്റി ആൻഡ് പ്രൊഫിറ്റബിലിറ്റി അറ്റ് ദ സെയിം ടൈം. ലിക്വിഡിറ്റിയും പ്രൊഫിറ്റബിലിറ്റിയും നോക്കേണ്ടത് ആരുടെ കടമയാണ്? ബാങ്കിൻ്റെ കടമയാണ് അല്ലേ. ഇപ്പം നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. പ്രിൻസിപ്പിൾസ് ഓഫ് സൗണ്ട് ലെൻഡിങ്ങിൽ ലിക്വിഡിറ്റി, പ്രൊഫിറ്റബിലിറ്റി. അടുത്തത് സെക്യൂരിറ്റി ഓർ സേഫ്റ്റിയാണ്. എ ബാങ്ക് ഡീൽസ് മണി ഓഫ് ദ പബ്ലിക്. എ ബാങ്ക് കനോട്ട് ഇൻവെസ്റ്റ് ഇറ്റ്സ് ഫണ്ട് ഇൻ റിസ്കി ബിസിനസ്. ടു വിൻ കോൺഫിഡൻസ് ഓഫ് ദ പബ്ലിക് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ഇൻ ബാങ്കിങ് ബിസിനസ്. എന്താ പറയുന്നത്? ആളുകൾ എന്ത് ചെയ്യും? പബ്ലിക് ബാങ്കുമായിട്ട് മണിയായിട്ട് ഡീല് ചെയ്യും അല്ലേ. എന്ന് വെച്ചാൽ അവർ ഫണ്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും ബാങ്കിൽ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യരുത്? റിസ്ക് ഉള്ള ബിസിനസ്സിലൊന്നും കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യരുത്. ബാങ്ക് കനോട്ട് ഇൻവെസ്റ്റ് ഇറ്റ്സ് ഫണ്ട് ഇൻ റിസ്കി ബിസിനസ്സസ്. ടു വിൻ കോൺഫിഡൻസ് ഓഫ് ദ പബ്ലിക് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ഇൻ ബാങ്കിങ് ബിസിനസ്. അപ്പോൾ എന്താണ്? കോൺഫിഡൻസ് ഉണ്ടാക്കാൻ വേണ്ടി ബാങ്കിങ് ബിസിനസ്സിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. റിസ്ക് ഒന്നും ഏറ്റെടുക്കരുത് അധികം എന്നാണ് പറയുന്നത്. As the bank lends the fund entrusted by the depositor, the first and foremost principles of lending is to ensure the safety of the lent funds. നമ്മൾ ലോണാക്കി കൊടുത്ത എമൗണ്ടിൻ്റെ സേഫ്റ്റി ഉറപ്പെടുത്തുക എന്നുള്ളതാണ് ബാങ്ക് ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്നാണ് പറയുന്നത്. ഓക്കെ. ഇനി സെക്യൂരിറ്റി.
Security means that the borrower is in position to repay the loan with the interest as per the terms of the loan agreement. Security എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ലോണും ഇൻട്രസ്റ്റും ചേർത്ത് അടയ്ക്കും എന്ന് പറഞ്ഞു. അപ്പം ലോൺ എഗ്രിമെൻ്റ് പ്രകാരം സെക്യൂരിറ്റി മീൻസ് ദാറ്റ് ബോറോവർ ഈസ് ഇൻ പൊസിഷൻ ടു റീപേ ദ ലോൺ വിത്ത് ഇൻട്രസ്റ്റ് ആസ് പെർ ദ ടേംസ് ഓഫ് ലോൺ എഗ്രിമെൻറ്റ്. ലോൺ എഗ്രിമെൻ്റ് അനുസരിച്ച് ലോൺ എമൗണ്ടും അതുപോലെ തന്നെ ഇൻട്രസ്റ്റും ചേർത്ത് അടയ്ക്കുക എന്നുള്ളതാണ് ഒരു ബാങ്കിൻ്റെ ഏറ്റവും വലിയ സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. റീപേയ്മെൻറ്റ് ഓഫ് ദ ലോൺ ഡിപ്പെൻഡ്സ് ഓൺ ദ ബോറോവേഴ്സ് എബിലിറ്റി ടു പേ ആൻഡ് വില്ലിങ്നെസ് ടു പേ. എന്താ പറയുന്നത്? റീപേയ്മെൻറ്റ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ ബോറോവേഴ്സിൻ്റെ എബിലിറ്റി, അവർക്കത് അടയ്ക്കാൻ പറ്റണം അല്ലേ, കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിലല്ലേ അടയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ബോറോവേഴ്സിൻ്റെ എബിലിറ്റി അത് നോക്കും. അതുപോലെ തന്നെ അയാൾ അടയ്ക്കാനുള്ള ആ ഒരു മനസ്സ്, വില്ലിങ്നെസ് ടു പേ, ഈ രണ്ട് കാര്യങ്ങളാണ് റീപേയ്മെൻറ്റിൽ മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ സെക്യൂരിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്, സെക്യൂരിറ്റി ഓർ സേഫ്റ്റി. വില്ലിങ്നെസ് ടു പേ ഡിപ്പെൻഡ്സ് ഓൺ ദ ഹോണസ്റ്റി ആൻഡ് ക്യാരക്ടർ ഓഫ് ദ ബോറോവർ. അപ്പോൾ ബോറോവറിൻ്റെ ക്യാരക്ടറും അതുപോലെ തന്നെ ഹോണസ്റ്റിയൊക്കെ അനുസരിച്ചിരിക്കും അയാൾ ആ പണം തിരിച്ചടയ്ക്കുക എന്നുള്ളത്, വില്ലിങ്നെസ് ടു പേ എന്നുള്ളത് അല്ലേ. ദ ബാങ്കർ യൂഷ്വലി റിലൈസ് ഓൺ ദ സെക്യൂരിറ്റി ഓഫ് ടാഞ്ചിബിൾ അസറ്റ് ഓൺഡ് ബൈ ദ ബോറോവർ ടു എൻഷുർ ദ സേഫ്റ്റി ഓഫ് ഹിസ് ഫണ്ട്സ്. അപ്പം എന്താണ്, ബാങ്ക് എന്ത് ചെയ്യും? ലോൺ എടുക്കുമ്പം സാധാരണയായിട്ട് നമ്മളൊരു സെക്യൂരിറ്റി വെച്ചിട്ടായിരിക്കും ലോൺ എടുക്കുക അല്ലേ. അപ്പോൾ എന്തെങ്കിലും ഒരു ടാഞ്ചിബിൾ അസറ്റ് സെക്യൂരിറ്റി ആക്കി വെച്ചുകൊണ്ട് ആണ് ബാങ്ക് മെയിനായിട്ട് ലോൺ കൊടുക്കുക എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു സേഫ്റ്റി ഉണ്ടാവും. ആ ടാഞ്ചിബിൾ അസറ്റ് നഷ്ടപ്പെടുമോ എന്ന് ഓർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ലോണിൻ്റെ പേയ്മെൻറ്റ് നടത്തും എന്നാണ് പറയുന്നത്. അടുത്തത് അവൈലബിലിറ്റി. ബാങ്കിങ് ഫെസിലിറ്റീസ് ഷുഡ് ബി അവൈലബിൾ ടു ഓൾ സെക്ഷൻസ് ഓഫ് ദ കമ്മ്യൂണിറ്റി. അപ്പോൾ എന്താ പറയുന്നത്? ബാങ്കിങ് ഫെസിലിറ്റീസ് എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് അവൈലബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇലാസ്റ്റിസിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി. ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് സർവീസസ് ഷുഡ് ബി ചേഞ്ച്ഡ് അക്കോർഡിംഗ് ടു ദ ഡയറക്ഷൻ ഓഫ് RBI. അപ്പോൾ എന്താ പറയുന്നത്? RBIൻ്റെ നിർദ്ദേശപ്രകാരം ആയിരിക്കും ഇൻട്രസ്റ്റ് റേറ്റിലും സർവീസിലൊക്കെ ചേഞ്ച് ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി പർപ്പസ് ഓഫ് ലോൺ നോക്കാം. വൈൽ ലെൻഡിങ് ഹിസ് ഫണ്ട്സ് ദ ബാങ്കർ എൻക്വയറീസ് ഫ്രം ദ ബോറോവർ വാട്ട് ഹീ ഈസ് സീക്കിംഗ് ഫോർ ദ ലോൺ. എന്തിനു വേണ്ടിയാണ് ഒരാൾ ലോൺ എടുക്കുന്നതെന്ന് ബാങ്ക് എന്ത് ചെയ്തിരിക്കണം? എൻക്വയറി നടത്തിയിരിക്കണം. ഓക്കെ, ബാങ്ക് ഡു നോട്ട് ഗ്രാൻഡ് ലോൺസ് ഫോർ എവറി പർപ്പസ് ബൈ ഗ്രാൻഡിങ് ലോൺസ് ഓൺലി ഫോർ പ്രൊഡക്റ്റീവ് പർപ്പസസ്. എന്താ പറയുന്നത്? പ്രൊഡക്റ്റീവായിട്ടുള്ള പർപ്പസിന് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ബാങ്ക് ലോൺ കൊടുക്കാൻ പാടുള്ളൂ, ലോൺ ഗ്രാൻഡ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. എല്ലാ കാര്യങ്ങൾക്കും ലോൺ കൊടുക്കേണ്ട ആവശ്യമില്ല. ദേ എൻഷുർ ദ സേഫ്റ്റി ആൻഡ് ലിക്വിഡിറ്റി ഓഫ് ദെയർ ഫണ്ട്സ് ടു മീറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ നീഡ്സ് ഓഫ് എ ബിസിനസ് എൻ്റർപ്രൈസ്. ലോൺസ് ആർ നോട്ട് അഡ്വാൻസ്ഡ് ഫോർ സ്പെക്കുലേറ്റീവ് ആൻഡ് അൺപ്രൊഡക്റ്റീവ് പർപ്പസസ് ലൈക്ക് സോഷ്യൽ ഫങ്ഷൻസ്, പ്ലഷർ ട്രിപ്പ് ഓർ റീപേയ്മെൻറ്റ് ഓഫ് അഡ്വാൻസ് ലോൺ. എന്തൊക്കെയാണ് പറയുന്നത്? നമ്മൾ നോൺ പ്രൊഡക്റ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ലോൺ കൊടുക്കണ്ടെന്ന് പറഞ്ഞല്ലേ, അതുപോലെ തന്നെ നോൺ പ്രൊഡക്റ്റീവായിട്ടുള്ള പർപ്പസിനൊന്നും ലോൺ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അതായത് എന്തെങ്കിലും ഒരു സോഷ്യൽ ഫങ്ഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ഒരു ട്രിപ്പ് പോവുക, പ്ലഷർ ട്രിപ്പൊക്കെ പോകുന്നതിനൊന്നും ലോൺ കൊടുക്കേണ്ട ആവശ്യമില്ലെന്നാണ് പറയുന്നത്. അപ്പം ലോൺ കൊടുക്കുന്നതിൻ്റെ പർപ്പസ്, എന്തിനു വേണ്ടിയാണ് ലോൺ കൊടുക്കുന്നതെന്ന് ബാങ്ക് അറിഞ്ഞിരിക്കണം. ആ പർപ്പസ് ഇമ്പോർട്ടൻ്റ് ആണ്, എന്നാലേ അതിനനുസരിച്ചായിരിക്കും അവർ ആ റീപേയ്മെൻറ്റ് നടത്തുക എന്നാണ് പറഞ്ഞു വരുന്നത്. ലോൺസ് ആർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഫോർ സെറ്റിംഗ് അപ്പ് ബിസിനസ് ഫോർ ലോങ് ടൈം ഇൻ നേച്ചർ ആൻഡ് ബാങ്ക് ഓൾസോ പ്രൊവൈഡ് സച്ച് ടൈം ലോൺസ്. എന്താ പറയുന്നത്? ടൈം ലോൺസ് ഒക്കെ ബാങ്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ടല്ലേ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നീഡാണെങ്കിൽ, ഒരു ബിസിനസ്സൊക്കെ സെറ്റപ്പ് ചെയ്യാനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടുള്ള ലോൺ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. എല്ലാവരും നല്ലപോലെ പഠിക്കുക. ജസ്റ്റ് ഈ ക്ലാസ്സൊക്കെ ജസ്റ്റ് ഒന്ന് കേട്ട് പോയാൽ മതി കേട്ടോ, അത്ര ഇമ്പോർട്ടൻസ് ഇല്ല, ജസ്റ്റ് കേട്ട് പോവുക. ഓക്കെ, താങ്ക് യു.